കാശ്മീരിന്റെ കഥ പറയുമ്പോൾ ഒരിക്കലും ഒഴിവാക്കാൻ പറ്റില്ലാത്തൊരു സ്ഥലമാണ് പഹൽഗാം. മലകളും പൈൻ കാടുകളും മഞ്ഞിൽ നിന്ന് ജനിക്കുന്ന നദികളും എല്ലാം ഉള്ള സ്വർഗം പോലൊരു സ്ഥലം. ഇതിനു മുമ്പ് വന്നപ്പോൾ പഹൽഗാം കാണാൻ പറ്റാതിരുന്നതിന്റെ എക്സൈറ്റ്മെന്റുമായിട്ടാണ് ഇത്തവണ എത്തിയത്. ബീത്ത വാലിയും ഓറു വാലിയൊക്കെ കണ്ട് ഒരു കാശ്മീരി വീട്ടിൽ പോയി ഫുഡൊക്കെ അടിക്കുന്ന 2 ദിവസത്തെ ഒരു കുട്ടി ഫാമിലി ട്രിപ്പാണ്. ഇറ്റ്സ് മീ ഷബിൻ ഷംസുദ്ദീൻ. എൻ്റെ എല്ലാ കുടുംബക്കാർക്കും പഹൽഗാമിന്റെ കാഴ്ചകളിലേക്ക് സ്വാഗതം. സ്വർഗം എന്നൊക്കെ പറഞ്ഞ കുറഞ്ഞ പോലടി. അപ്പൊ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ ഇവിടെ ABC വാലി ഉണ്ട്. ആറു, ബേത്താബ്, സി ചന്ദൻ, അങ്ങനെ 3 വാലീസ് ഉണ്ട്. അതിൽ ഒരെണ്ണം ക്ലോസ്ഡാ. അപ്പം Aയും Bയും ഓപ്പൺ ആണെന്ന് തോന്നുന്നു. ആറു വാലി, ബേത്താ വാലി. അപ്പോൾ നമുക്കിവിടെ നമ്മുടെ വണ്ടിയിലൊന്നും പോകാൻ പറ്റില്ല. ഇവിടെ യൂണിയൻ ക്യാബ് എടുക്കണം. അപ്പം 2500 ഒരു വണ്ടിക്ക്. അപ്പോൾ നമ്മളൊരു ഫുൾ ഡേ വണ്ടി എടുത്തേക്ക് വേണം 3200 രൂപയ്ക്ക്. നമുക്ക് കുറച്ച് പരിപാടി എക്സ്ക്ലൂസീവ് ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും വണ്ടി കയറി കേട്ടോ. നമ്മൾ താമസ ഹോട്ടൽ അത്യാവശ്യം ബഡ്ജറ്റ് പരിപാടിയൊക്കെ ആയിരുന്നു. പിന്നെ ഒരു കാര്യം ഞാൻ പറയാം, ഇതൊരു ഫാമിലി പരിപാടി ആയതുകൊണ്ട് നമ്മൾ സ്ഥിരം പോകുന്ന രീതിയിലുള്ള പരിപാടികളൊന്നും ആയിരിക്കുകയല്ല. ഞാനും നല്ല സ്ട്രഗിളാണ്. ഓക്കെ, അപ്പോൾ അങ്ങനത്തെ കുറച്ച് വിഷ്വൽസും കാര്യങ്ങളൊക്കെ ഞങ്ങൾ പ്രതീക്ഷിക്കാവുള്ളൂ. ഇപ്പോൾ നമ്മൾ ആദ്യമേ പോകുന്ന സ്ഥലമാണ് ബേത്താ വാലി. ഇതോ എവിടെ പോവാടാ? നമുക്കൊരു നല്ല ബായ കിട്ടിയിട്ടുണ്ട്. ഭയ്യ ആപ്കാ നാം? സബ്സാർ ജി. ടീക്കേ, പറയൽ കുറയണം ഉണ്ട് കേട്ടോ. സമ്മർ ടൈമിലെ കാശ്മീരിന് നല്ല ചൂടാണ്. നമ്മൾ ഗുരൈസ് വാലി പോയ സമയത്ത് ഒരു മഴയുടെ മൂടൊക്കെ ഉണ്ടായിരുന്നതുകൊണ്ട് അധികം ചൂടൊന്നും ഫീൽ ചെയ്തിരുന്നില്ല. പക്ഷെ ഇവിടെ നല്ല ക്ലീൻ സ്കൈ ആയതുകൊണ്ട് പരിപാടി നല്ല ഡ്രൈ ആണ്. അതുകൂടാതെ ഫാമിലി ആയിട്ടൊക്കെ വരുമ്പം രാവിലെ നേരത്തെയുള്ള പരിപാടികളൊന്നും എക്സ്പെക്ട് ചെയ്യാതിരിക്കുന്നതായിരിക്കും ബെറ്റർ. നമ്മൾ വന്നുപെട്ട ഒരു സൺഡേ, അതുകൊണ്ട് നല്ല തിരക്കാട്ടോ. വണ്ടി താഴോട്ട് ഇറങ്ങി വരാനും പറ്റിയില്ല, മേളിലോട്ട് കയറി പോകാനും പറ്റിയില്ല. അതൊരവസ്ഥയിലാണ്. നമ്മളിങ്ങനെ കയറി വരുമ്പം ടിക്കറ്റൊക്കെ എടുക്കണം കേട്ടോ. ഒരാൾക്ക് 100 രൂപ, പിള്ളേർക്ക് 50 രൂപ. അതായത് 6 വയസ്സ് തൊട്ട് 12 വയസ്സ് വരെ 50 രൂപ. പാസ്സൊക്കെ എടുത്ത് അകത്തോട്ട് കയറി വരുമ്പോഴേ റൈറ്റ് സൈഡിൽ നല്ല വെളുത്ത പൂടയൊക്കെയുള്ള ആളുകളുമായിട്ട് കുറച്ച് പേര് ഇരിപ്പുണ്ടാവും. അവിടെ നമുക്ക് പൈസയൊക്കെ കൊടുത്തിരുന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാം. സ്ത്രീജനങ്ങളും കുട്ടികളും ഒക്കെ കൂടെ ഉണ്ടെങ്കിൽ അവർക്കൊരു ഇൻട്രസ്റ്റിംഗ് പരിപാടി ആയിരിക്കും തോന്നുന്നു. നോക്കുന്ന രീതി കെട്ടിപ്പിടിച്ചിരിക്കുന്നത് മക്കൾ പോലെ കെട്ടിപ്പിടിച്ചിട്ടില്ല. ഹലോ, 2 ആടെന്നുള്ള കമന്റ് വരുമായിരിക്കും. നീ എന്നെ വിഷമിച്ചിരിക്കണേ. 100 രൂപ ഒരാൾക്ക് കയറാൻ 50 രൂപ. ഈ ഒഴുകുന്നത് ലിഡാർ നദിയാണ്. ഗ്ലേഷ്യർ ഉരുകിയെത്തുന്ന വെള്ളമായതുകൊണ്ട് തന്നെ ഇതിന് ഇങ്ങനെ ടോട്ടോയ്സ് കളറാണ് ഉണ്ടാവുക. അതിന്റെ കുറുകെയുള്ള പാലമൊക്കെ കയറി അപ്പുറത്തെത്തണം. അവിടെയാണ് നടക്കാനും ഇരിക്കാനും കുറേ കാര്യങ്ങൾ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ശരിക്കും ബേത്താ വാലി എന്നല്ല, ബീറ്റാ വാലി എന്നാണ് ഈ സ്ഥലത്തിന് പറയുന്ന പേര്. ആ പേരിന് പുറകിൽ ചെറിയൊരു ഫ്ലാഷ് ബാക്ക് ഉണ്ട്. പണ്ട് ഈ സ്ഥലത്തിന്റെ യഥാർത്ഥ പേര് ഹജൻ വാലി എന്നായിരുന്നു. എന്നാൽ 1983 പുറത്തിറങ്ങിയ ബീറ്റാബ് എന്ന ഹിന്ദി സിനിമയുടെ ചില ഭാഗങ്ങളൊക്കെ ചിത്രീകരിച്ച് ഇവിടെ ആയതുകൊണ്ട് അതിനുശേഷം ഈ സ്ഥലം ബീത്താ വാലി എന്നറിയപ്പെടാൻ തുടങ്ങി. ബീറ്റാ വാലിയുടെ ഒരു സൈഡിൽ പീർ പഞ്ചാൽ മലനിരകളും മറ്റ് സൈഡിൽ സാൻസ്കാർ മലനിരകളുമാണ്. അവയ്ക്കിടയിലൂടെ മഞ്ഞുമലകളിൽ നിന്ന് ഉരുകിയെത്തുന്ന സ്ഫടികം പോലെ തെളിഞ്ഞ ലിഡാർ നദിയും. ഇവിടുത്തെ മൊത്തത്തിലുള്ളൊരു സംഭവം എന്താണെന്ന് വെച്ചാൽ വലിയൊരു പുൽത്തകിടി, അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് മരങ്ങൾ, പിന്നെ കുറച്ച് ദൂരെ മഞ്ഞ് പൊതിച്ചെടുക്കുന്ന ഹിമാലയം. റിലാക്സ്ഡ് ആയിട്ടിരുന്ന് ഫാമിലി ആയിട്ടൊക്കെ വന്ന് ഇരിക്കാൻ പറ്റിയൊരു സ്ഥലം. അതാണ് ഇതിൻ്റെ ഒരു സെറ്റപ്പ്. പിന്നെ മുമ്പ് പറഞ്ഞ പോലെ കുതിരസവാരി ഉണ്ട്. കുറച്ച് അക്കലയായിട്ട് കൂട്ടമായിട്ട് നിൽക്കുന്ന കുതിരകളെയും കാണാം. കുട്ടികൾക്കൊക്കെ പണിയൊപ്പിച്ച് നടക്കാൻ പറ്റിയ കുറേ സ്ഥലം ഉള്ളത് കൊണ്ട് അത് അവരുടെ ലോകമായിട്ട് അങ്ങ് മാറും. നമുക്ക് പിന്നെ വലിയ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. ഇവിടുത്തെ സിപ്പ് ലൈൻ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തന്നെ തോന്നി. കാര്യം മഞ്ഞുമലകളൊക്കെ കണ്ടുകൊണ്ടുള്ള ആ വരവ് നൈസാണ്. പിള്ളേർക്കൊക്കെ അതിൽ കയറണമെന്നും പറഞ്ഞു പോയി. ആദ്യം ആത്തിഫ് കയറി. അവനിങ്ങനത്തെ പരിപാടികളൊക്കെ ഇഷ്ടമാണ്. പുറകെ അമ്പറും ഡ്രംസും ഒക്കെ കയറി.
പിന്നെ അതിന്റെ അപ്പുറത്തായിട്ട് മറ്റേ ആടുന്ന ഊഞ്ഞാലുണ്ടായിരുന്നേ. വിശാലിനെ അതിൽ കയറ്റി. തുടക്കത്തിൽ ചിരിച്ചൊക്കെ ഇരുന്നു, പിന്നീട് അങ്ങോട്ട് കരച്ചിലൊക്കെ ആയി. വെയിലത്ത് അതിലെ കറങ്ങി നടന്ന് എല്ലാവർക്കും നല്ല വിശപ്പായിട്ടുണ്ട്. ബീത്ത വാലിന്ന് ഞങ്ങൾ ഇറങ്ങി. ഫുഡ് കഴിക്കാനായിട്ട് നമ്മൾ പോയി. ഒരു വെറൈറ്റി പരിപാടി സെറ്റ് ചെയ്തിട്ടുണ്ട്. കഴിക്കാം. भैया आप क्या कर रहे? हाँ चलो अच्छा मुसाहिब साहब का ना സ്വർഗം എന്നൊക്കെ പറഞ്ഞ കുറഞ്ഞ പോലടി ചായ കൊണ്ടുവാ വിശാൽ. അവിടെ ഇറങ്ങിയിട്ട് കുറച്ച് നടക്കാനുണ്ടായിരുന്നു. അതായത് ഏകദേശം ഒരു 10 മിനിറ്റ്. നല്ല കിടിലനൊരു സ്ഥലം. ഇതൊക്കെ നമ്മുടെ എക്സ്ക്ലൂസീവ് പരിപാടി കേട്ടോ. അപ്പോൾ ഇങ്ങനെയൊക്കെ നിങ്ങൾക്ക് കാശ്മീർ ആസ്വദിക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ട്രാവൽ കമ്പനിയുടെ നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. വിളിച്ചോളൂ. റിക്വസ്റ്റ് ചെയ്യുന്നതനുസരിച്ച് നമുക്ക് സെറ്റ് ചെയ്യാം. ഓക്കെ. ഈ ട്രിപ്പിലെ വർത്ത് നർത്തമായി പോയത്. ഭയ്യ ആപ്കാ നാം ക്യാ ഹൈ? शबीर अहमद. ഷബീർ അഹമ്മദ്. എവിടെ പോകുന്നറിയാമോ? അപ്ലോഡ് ചെയ്യേണ്ടതാണ്. ഞാൻ കഷ്ടപ്പെടുന്നുണ്ട്. ഞങ്ങളുടെ കഷ്ടപ്പാട്. ഇതാണ് കഷ്ടപ്പാട്. യെസ്. എഴുതിപ്പനോ? നമ്മുടെ നാട്ടിലൊന്നും കാണാത്ത ടൈപ്പിൽ വെച്ച ഒരു ഗ്രീൻ കളറിലല്ലേ? അല്ല, റെഡ് കളർ. നിക്കണം. अस्सलाम वालेकुम. हाँ ये है उसके उस बगल में ये है. ये कर रहे? हाँ ये भी जा रहा है. अस्सलाम वालेकुम. ഇനി ഈ സെറ്റപ്പ് മൊത്തത്തിലൊന്ന് പറഞ്ഞുതരാം. നമ്മളൊരു മഡ് ഹൗസിൻ്റെ ഉള്ളിൽ ഇരുത്തും. തറയിൽ നല്ല മാറ്റൊക്കെ വിരിച്ചിട്ടുണ്ട്. ഒരു 30 പേർക്കൊക്കെ ഇരിക്കാൻ പറ്റുന്ന ഒരു സെറ്റപ്പാണ്. തുടക്കത്തിൽ ഇവർ കുറച്ച് റൊട്ടി ബണ്ണ് പോലത്തെ ഐറ്റംസ് ഒക്കെ കൊണ്ടുതരും. അതിന്റെ കൂട്ടത്തിൽ ഹണിയും ഉണ്ടാവും. പിന്നെ ഇവിടുത്തെ ഫേമസ് ഡ്രൈ ഫ്രൂട്ട്സും. ഹണിയൊക്കെ പുരട്ടി ആ ബ്രെഡ് കഴിക്കുന്നതിന്റെ കൂട്ടത്തിൽ കാശ്മീരി കാവ ഉണ്ട്. ഇതാണ് ആദ്യത്തെ സെറ്റപ്പ്. ഇപ്പൊ മനസ്സിലായി നമ്മൾ കഷ്ടപ്പെട്ട് കയറി വന്നാൽ എന്നാ കിട്ടുള്ളൂ? എന്നാ കിട്ടുള്ളൂ? ഒക്കെ ആസിഫ്. ആസിഫാണ്. ആസിഫ്. ആത്തിഫേ. ഓ ആത്തിഫേ. ഓ ബേട്ടാ. കിട്ടിയാലോടാ? മാഷാഅല്ലാ മാഷാഅല്ലാ മാഷാഅല്ലാ. സ്റ്റാർട്ടർ പരിപാടിയൊക്കെ അടിച്ച് കൂട്ടത്തിൽ അവരുമൊക്കെ ആയിട്ട് വർത്താനം പറഞ്ഞിരിക്കാൻ ഒരു പ്രത്യേക മൂടായിരുന്നു. നമുക്കറിയാവുന്ന ഭാഷയിലൊക്കെ എല്ലാവരും അവരോട് സംസാരിച്ചു. ഇത് ആക്ച്വലി ഇവരുടെ വീടാണേ. ഒരു മുറിയെ കാണുള്ളൂ. അതിൽ പായൊക്കെ വിരിച്ച് ബെഡൊക്കെ ഇട്ട് തറയിലാണ് കിടക്കുന്നത്. അതിനോട് ചേർന്ന് ചെറിയൊരു കിച്ചനും ഉണ്ട്. ഈ ബജ്രംഗി ഭായ്ജാൻ സിനിമയൊക്കെ ഇല്ലേ, അതിലൊക്കെ ചില ഫ്രെയിംസ് ഒക്കെ കണ്ട് നമ്മൾ ഒത്തിരി കൊതിച്ചിട്ടുണ്ടല്ലോ. ഈ പാകിസ്ഥാൻ എന്ന് പറഞ്ഞ് കാണിക്കുന്നതൊക്കെ അമ്മാതിരി സ്ഥലം, അമ്മാതിരി ആൾക്കാർ, കിടിലൻ ഫീല്. രക്ഷയില്ലെന്ന് പറഞ്ഞാൽ ഞാൻ എപ്പോഴും പറയുന്നതല്ല, ഇത് ഒരു രക്ഷയില്ല. ഇത് അവരുടെ ഒരു മഡ് ഹൗസ് ആട്ടോ. ഇതിൻ്റെ അപ്പുറത്ത് എനിക്കൊന്ന് റൂമാന്ന് തോന്നുന്നു. ഇത് അവരുടെ വീടാണ്. അപ്പോൾ നമുക്ക് വസ്വാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെന്ന് പറയും. വസ്വാൻ എന്ന് പറഞ്ഞാൽ ഈ കാശ്മീരി ഫുഡാണല്ലോ, ലൈക്ക് റോഗൻ റോഷ് അങ്ങനെ എന്തൊക്കെ കുറച്ച് ഐറ്റംസൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഇവർ സെറ്റ് ചെയ്തിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. ശരിക്കും നമ്മുടെ ഒരു വൈബില്ലേ, നമ്മളിപ്പോൾ ബൈക്കിലൊക്കെ പോകുമ്പോൾ കിട്ടുന്ന, ഞാനും ബിബിലൊക്കെ പോകുമ്പോൾ കിട്ടുന്ന ഒരു സാധനമില്ലേ, അത് ശരിക്കും ഇവിടെ കിട്ടി. അത് ഞാൻ എൻ്റെ ഫാമിലിക്ക് കൊടുത്തിട്ടുണ്ട്. അവരത് എങ്ങനെ അക്സെപ്റ്റ് ചെയ്യുമെന്നൊന്നും എനിക്കറിയത്തില്ല. പൊതുവെ എല്ലാവരുടെയും ഒരു ട്രാവൽ സംഭവം എന്നൊക്കെ പറഞ്ഞാൽ കുറേ സിറ്റികളിൽ പോവുക, ഷോപ്പ് ചെയ്യുക, അങ്ങനെയൊക്കെയാണല്ലോ. ഇങ്ങനത്തെ സാധനങ്ങളൊന്നും അധികം ആൾക്കാർ പ്രിഫർ ചെയ്യാറില്ലല്ലോ. അതുകൊണ്ട് എനിക്കൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു, അറിയത്തില്ല. എന്തായാലും ഐ ആം സോ ഹാപ്പി. आपका नाम क्या है? समीर. समीर. इसका अरवा. अरवा. ठीक है पापा. और इसका नाम क्या है दीदी?
इसका नाम वाजवान का सब्जी है, क्या नाम है? रोगन जोश, कश्मीरी वाजवान। സംഭവം എന്താണെന്ന് വെച്ചാൽ ഒരു പ്ലേറ്റ് നമ്മളെല്ലാവരും കഴിക്കണം. തരുവടാ നമുക്കല്ലോ. മട്ടൺ വെച്ചുള്ള 2-3 ഐറ്റംസ് ഉണ്ട്. കാശ്മീരിലെ ഓതന്റിക് ഫുഡായ ഇതിന് വസ്വാൻ എന്നാണ് പറയപ്പെടുന്നത്. കഴിച്ചിട്ട് പറയുന്നുണ്ടെന്ന്. പണ്ട് സൗദിയിലായിരുന്നപ്പോഴാണ് ഇതിനു മുമ്പ് ഇങ്ങനെ ഒറ്റ പ്ലേറ്റിൽ നിന്ന് കഴിച്ചിട്ടുള്ളത്. ശരിക്കും പറഞ്ഞാൽ അത് ആളുകൾക്കിടയിൽ ഒരു കണക്ഷൻ ബിൽഡ് ചെയ്യുന്ന സംഭവമാണ്. ഇഷ്ടമായ ഫുഡ് മനസ്സിലായിക്കാ എന്തിനാണ് ഇങ്ങനെയൊക്കെ പോകുന്നതെന്ന്. ഉണ്ടോ? സൂപ്പറല്ലേ? ഉച്ചക്ക് പോകണം ഇങ്ങനെയൊക്കെ? പോണോ? ബൈക്കൊക്കെ മേടിച്ചു തരാൻ പോക്കോ കേട്ടോ. ഫുഡൊക്കെ കഴിച്ചിട്ട് ഞാൻ അവിടുത്തെ ചെക്കന്മാരെയും കൂട്ടി വെറുതെ ഒന്ന് നടക്കാനിറങ്ങി. വീടിനോട് ചേർന്ന് കൃഷിയൊക്കെ ഉണ്ടേ. ചോളമാണിത്. വിത്തുകളൊക്കെ മുളച്ചു വരുന്നതേ ഉള്ളൂ. ഓഗസ്റ്റ് സെപ്റ്റംബർ ടൈമിലാണ് ഇതൊക്കെ സെറ്റായിട്ട് വരുന്നത്. ഇവിടെയുള്ള കുറച്ച് പേർക്ക് വേണ്ടിയാണത്. इरफान आमिर टाइगर भी आता है, बियर भी आता है। है। हाँ जी। तो कोई प्रॉब्लम नहीं आदमी का? नहीं नहीं नहीं। അപ്പൊ എന്നെ പറയുന്നേ മനസ്സിലാകുന്നുണ്ടോ പറയുന്നേ? ഉണ്ടോ? Yes, yes, yes. Okay. നല്ല ഭംഗിയുള്ള ഒരു സ്ഥലം. ശരിക്കും പറഞ്ഞാൽ ഫോണൊക്കെ ഓഫാക്കി വെച്ച് കംപ്ലീറ്റ് ലോസ്റ്റ് ആയിട്ട് ചുമ്മാ ഇരിക്കാനൊക്കെ നമുക്ക് തോന്നത്തില്ലേ? അതിന് പറ്റിയൊരു സ്ഥലം. നല്ല പച്ച വിരിച്ച മൈതാനങ്ങൾ, സൂര്യപ്രകാശം കയറ്റിട്ട് നല്ല കളറുണ്ട്. പിന്നെ അതിൽ മേയുന്ന കുതിരകളും ആടുകളും. പിന്നെ ഇവിടുത്തെ ആടുകൾക്ക് പ്രത്യേക ഒരു ഭംഗിയാണല്ലോ. നല്ല വെളുത്ത രോമമൊക്കെ ആയിട്ട് കണ്ടാൽ തന്നെ ഒരു മഞ്ച്. അത്രയൊക്കെ ഉള്ളൂ. അങ്ങനെ കാശ്മീരിലൊരു വെറൈറ്റി എക്സ്പീരിയൻസ് കിട്ടിയ സന്തോഷത്തിൽ നമ്മൾ പഹൽഗാമിൽ നിന്ന് യാത്ര തിരിക്കുന്നില്ല. ഇനിയും കാണാനുണ്ട് കേട്ടോ. അപ്പോൾ Okay, bye. Tada. പഹൽഗാമിലെ മാർക്കറ്റ് കാണാൻ വേണ്ടി നമ്മൾ ഇനി വന്നേക്കുന്നത് കേട്ടോ. പഹൽഗാമിൽ ഒരു വലിയ മാർക്കറ്റ് ഉണ്ട്. സൺഡേ ആണ് നമ്മൾ നിൽക്കുന്നത്. അതുകൊണ്ട് നല്ല തിരക്കുണ്ടെന്നൊക്കെയാണ് പറഞ്ഞത്. പക്ഷേ വലിയ തിരക്കില്ല, എന്നാലും ഉണ്ട്. ഇപ്പോൾ ഇവിടുത്തെ ഷാളും കാര്യങ്ങളും അങ്ങനത്തെ ഫുഡ് ഐറ്റംസ് ഒക്കെ എക്സ്പ്ലോർ ചെയ്യാൻ വേണമെങ്കിൽ ഒരു ഈവനിങ് ടൈം നിങ്ങൾ പഹൽഗാമിൽ വരുവാണെങ്കിൽ, ഇവിടെ സ്റ്റേ ചെയ്യുവാണെങ്കിൽ, ഇങ്ങനെയൊരു പരിപാടി കറങ്ങുവാണെങ്കിൽ നല്ലതായിരിക്കും എനിക്ക് തോന്നുന്നു. കാര്യം എനിക്ക് തോന്നുന്നത് തന്നെ അറിയാം, നമ്മളൊരു ഫാമിലിയൊക്കെ ആയിട്ട് വരുമ്പോൾ അവരുടെ കൂടുതലും എക്സ്പെക്റ്റേഷൻ ഒരു 90% ഇങ്ങനത്തെ പരിപാടിക്കൊക്കെയാണെന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ ഈ ട്രിപ്പിലൂടെ മനസ്സിലാക്കിയ ഒരു കാര്യമില്ല. അവർക്ക് ഇങ്ങനെ ഷോപ്പിംഗ് ചെയ്യുക, ഇപ്പോൾ ഏതെങ്കിലും ഒരു ആക്ടിവിറ്റി ഒക്കെ ഉള്ള സ്ഥലത്ത് പോവുക, അങ്ങനെയൊക്കെ ആയിരിക്കും കൂടുതലും അവർക്ക് ഇഷ്ടപ്പെടുക. അപ്പോൾ നിങ്ങൾ ട്രിപ്പ് പ്ലാൻ ചെയ്യുമ്പം അങ്ങനെ പ്ലാൻ ചെയ്യുക. ഓക്കെ. നൈറ്റ് ഷോപ്പിങ്ങിൻ്റെ പരിപാടി എന്ന് വെച്ചാൽ ഇവിടെ കുറേ കാശ്മീരി ഡ്രസ്സുകളും കാര്യങ്ങളൊക്കെ കിട്ടും കേട്ടോ. നല്ല ഷോള്, ചുരിദാർ, അങ്ങനത്തെ ഐറ്റംസ്. പിന്നെ കുറേ ചെക്കന്മാരെയൊക്കെ പരിചയപ്പെട്ടു. അത്രയ്ക്കൊക്കെ ഉള്ളൂ. എനിക്ക് അവിടെ അധികം ടൈം സ്പെൻഡ് ചെയ്യാനുള്ള ഒരു അട്രാക്ഷനും തോന്നിയില്ല. പിന്നെ ലേഡീസിനൊക്കെ ഇഷ്ടപ്പെടും. ലേഡീസിൻ്റെ പരിപാടികളാണ് ഇവിടെ മെയിൻ. അപ്പോൾ അതുകൊണ്ട് അധികം നിന്ന് കറങ്ങാതെ നമ്മൾ നേരെ വീട്ടിൽ പോയി, വീട്ടിലല്ലല്ലോ പോയത്, നേരെ ഹോട്ടലിൽ പോയി കിടന്നിറങ്ങിയിട്ട് രാവിലെ എണ്ണീറ്റിട്ട് നമ്മളിനി പോകാൻ പോകുന്നത് ആറു വാലിയിലേക്കാണ്. ആറു വാലി എന്ന് പറഞ്ഞാൽ നമ്മൾ താമസിക്കുന്ന പഹൽഗാം ടൗണിൽ നിന്ന് ഒരു 13 ആ റേഞ്ചിലുള്ള ദൂരമേ ഉള്ളൂ, 13 കിലോമീറ്റർ ദൂരമേ ഉള്ളൂ. പോകുന്ന വഴി എന്ന് പറഞ്ഞാൽ കിടിലൻ വഴിയാണ്. ലിഡർ നദിയുടെ സൈഡിൽ കൂടെ അടിപൊളി കിടിലൻ ലാൻഡ്സ്കേപ്പ് എന്നൊക്കെ പറയുന്നത് അതാണ് ലാൻഡ്സ്കേപ്പ്. ആ പുഴ ഒഴുകുന്നത് തന്നെ ഭയങ്കര രസമുള്ളൊരു കാഴ്ചയാണ്. പിന്നെ ഇങ്ങനെ പോകുന്ന വഴിക്ക് ആടുകൾ മേയുന്ന കാഴ്ചകളും ഭയങ്കര റിമോട്ടായിട്ടുള്ള കുറേ വീടുകളൊക്കെ അങ്ങ് ദൂരെ കാണാൻ പറ്റും. പക്ഷെ അതൊന്നും ക്യാമറയിൽ ക്യാപ്ചർ ചെയ്യാനൊന്നും പറ്റിയില്ല. യൂണിയൻ ക്യാബ് എടുത്ത് വേണം അങ്ങോട്ടേക്ക് പോകാനായിട്ട്. അവിടെ എത്തിയിട്ട് നമുക്ക് 1 മണിക്കൂറേ ഇവർ നോർമലി തരാറുള്ളൂ. എക്സ്ട്രാ ടൈം നമ്മൾ സ്പെൻഡ് ചെയ്യുവാണെങ്കിൽ അതിനൂടെ എക്സ്ട്രാ പൈസയും കൊടുക്കേണ്ടി വരും. കത്തുന്ന വെയിലത്ത് നമ്മൾ എവിടെയാണ്? ആറു വാലി. നമ്മളിത് ആറു വാലി എത്തിയേക്ക് കേട്ടോ. ഭയങ്കര ചൂടെന്ന് വെച്ച് കഴിഞ്ഞാൽ അന്യായ ചൂട്. കഴിഞ്ഞ ദിവസം തണുത്ത് വിറച്ചവരൊക്കെ അവിടെ ഇരുന്നുകൊണ്ട് പുഴുങ്ങി ഫ്രൈ ആയി വരും. അമ്മാതിരി വെയില കേട്ടോ. നല്ല തിളച്ച് കിടക്കുന്ന ഒറുവാലിലെത്തി കാറൊക്കെ പാർക്ക് ചെയ്തിട്ട് കുറച്ച് നടന്ന് വേണം എൻട്രൻസിലെത്താനായിട്ട്. പാസ്സൊക്കെ എടുത്ത് അകത്ത് കയറി. ബീത്താബാലിയുടെ സെറ്റപ്പ് അല്ല ഇത്. കുറച്ച് ഹൈറ്റിലിരിക്കുന്ന സ്ഥലമായിട്ട് നമുക്ക് തോന്നും. പിന്നെ ഇവിടെയും കുതിരപ്പുറത്ത് കയറിപ്പോയി കാണാനുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട്. 1.5 മണിക്കൂർ എടുക്കുന്ന പരിപാടിയാണ്. നല്ല വെയിലായതുകൊണ്ട് അതിന് നമ്മൾ നിന്നില്ല. ഇവിടെ അകത്തൊക്കെ കയറി കഴിയുമ്പോൾ ഒരു സൈഡിൽ കൂടെ ലിഡർ നദി ഒഴുകുന്ന കാണാൻ പറ്റും. പിന്നെ കുറച്ചുകൂടെ ഒന്ന് വെയിൽ കുറഞ്ഞിരുന്നെങ്കിൽ നിന്ന് ചെറുതായിട്ടൊന്ന് ആഗ്രഹിച്ചായിരുന്നു. ബീത്താബാലി കണ്ട പോലെ മുയലും ആടും ഒക്കെ ഇവിടെ ഉണ്ടായിരുന്നു.
എനിക്ക് തോന്നുന്നു ശരിക്കും പറഞ്ഞാൽ പിള്ളേരാണ് കൂടുതൽ എൻജോയ് ചെയ്യുന്നത്. നല്ല വെയിലായതുകൊണ്ട് ബാക്കിയുള്ളവരൊക്കെ വണ്ടിയിൽ തന്നെ ഇരുന്നു, ഇങ്ങോട്ടേക്ക് വന്നില്ലായിരുന്നേ. ഇവിടെ വന്നാലത്തെ മെയിനുള്ള പരിപാടി എന്ന് പറഞ്ഞാൽ ഇതാണ്. ആട്, പിന്നെ ഇതാ മുയല്, പ്രാവ്, അങ്ങനെ ഇങ്ങനെ കുറേ സാധനങ്ങളുണ്ട്. അതിൻ്റെ കൂടെ നമുക്ക് കുറച്ച് സമയം സ്പെൻഡ് ചെയ്യാം. മനുഷ്യൻ്റെ കൂടെ സ്പെൻഡ് ചെയ്ത് മടുത്തില്ലേ, ഇനി കുറച്ച് മിണ്ടാപ്രാണികളുടെ കൂടെ സ്പെൻഡ് ചെയ്യാം. എന്നെ സോഫ്റ്റ് ആണല്ലേ, കമ്മിളി കെട്ടിപ്പിടിക്കുന്നത്. കേതയ്ക്കുന്നു പോവാം. സ്ഥലം കൊള്ളാം. ബേത്താവാലി ഇതിനാണ് ഡിഫറെൻ്റ് ആട്ടോ. ബേത്താവാലി എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടെ ആക്ടിവിറ്റീസ് ഒക്കെ ഉള്ളൊരു പരിപാടിയാണ്. ഇവിടെ എന്ന് പറഞ്ഞാൽ ഒരു പക്ക നാച്ചുറൽ ഫ്രണ്ട്ലി ആണ്. ഇച്ചയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട എന്നാ ഇവിടെ? മുയലിനെ ആടിനെയാണോ? ഇനി മഞ്ഞ് കാണണോ? ഇത് അങ്ങോട്ട് നോക്കിയത് കണ്ടോ? ഇതോടെ മഞ്ഞ് കണ്ടോ? കണ്ടോ? മതിയാ? ഇച്ചാക്ക് സുന്ദരിയാണോ? ആണോ? അല്ലേ? വിശാൽ മറിയം ആരുപോലെയാണ് ബേത്താപോലെയാണ് ഇഷ്ടപ്പെട്ടത്? രണ്ടും ഇഷ്ടപ്പെട്ടു. വെയിലിച്ച പ്രശ്നമാണ്. ലാൻഡ്സ്കേപ്പ് നല്ല മൂടാട്ടോ, പക്ഷേ മേഘങ്ങളൊന്നുമില്ല. അതുകൊണ്ട് ചൂട് മാറുമെന്നുള്ള പ്രതീക്ഷയൊന്നുമില്ല. ഇനിയിപ്പോൾ കുതിരപ്പുറത്ത് കയറി കഴിഞ്ഞാൽ കുറച്ചും കൂടെ നമ്മൾ കരിയും. വേറെ ചിലപ്പോൾ നല്ലതായിരിക്കാം, കുഴപ്പമില്ല. പിള്ളേരൊക്കെ ഉള്ളതുകൊണ്ട് വെറുതെ റിസ്ക് എടുക്കുന്നില്ല, പോവാം. പെഹൽഗാമിലെ കാഴ്ചകൾ ഇനി പെൻഡിങ് ഉള്ളത്. നമ്മൾ പെഹൽഗാമിലോട്ട് ശ്രീനഗറിൽ നിന്ന് വന്ന രാത്രിക്കായതുകൊണ്ട് ആ വഴിയിൽ കുറച്ച് പരിപാടികളുണ്ട്, നമുക്ക് കാണിച്ചു തരാൻ പറ്റിയില്ലായിരുന്നു. അപ്പോൾ നമ്മൾ തിരിച്ചു പോകുമ്പോൾ പകലായതുകൊണ്ട് കാണിച്ചു തരാമെന്ന് ഓർത്തു. ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ ഈ പോകുന്ന സൈഡിൽ ഫ്രഷ് ആപ്പിൾ ജ്യൂസ് കിട്ടുന്ന ആപ്പിൾ തോട്ടങ്ങളുണ്ട്. പച്ചയാണ്, പഴുക്കണം. അപ്പോൾ അവിടെ കയറി കഴിഞ്ഞാൽ നമുക്ക് 50 രൂപ എടുത്ത് കഴിഞ്ഞാൽ ഒരു ചെറിയ ഗ്ലാസ്സിൽ ആപ്പിൾ ജ്യൂസ് കിട്ടും, ഫ്രഷായിട്ട് അവിടെ തന്നെ അന്നേരം ഇൻസ്റ്റൻ്റ് ആയിട്ട് മേക്ക് ചെയ്യുന്നത്. പിന്നെ ആപ്പിളിൻ്റെ കുറേ പ്രോഡക്റ്റ്സ് ഉണ്ട്. ഹലോ, നല്ലതാണോ? നോക്കട്ടെ. കിട്ടില്ലല്ലേ? കൊള്ളാം, നല്ല ആപ്പിൾ ജ്യൂസ്. അപ്പോൾ ആപ്പിൾ ജ്യൂസ് ഇങ്ങനെയാണല്ലോ ഇരിക്കുന്നത്. ഉത്സർ റഹ്മത്ത് പറയുക, നല്ല ടേസ്റ്റ് ഉണ്ടല്ലേ ആപ്പിൾ. പിന്നെ ആപ്പിളിൻ്റെ കുറേ പ്രോഡക്റ്റ്സ് ഉണ്ട്, ചട്നി, ആ പിക്കിള്, അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട് ഹണി, ജാമൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ അവിടെ നിന്ന് വേണം മേടിക്കാം. നമ്മൾ കയറി കുറച്ച് ചെറിയ പരിപാടികളൊക്കെ ചെയ്ത് കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചു കേട്ടോ. അപ്പോൾ അത്രേ ഉള്ളൂ. ഇനിയിപ്പം ഇവിടുന്ന് പോകുമ്പോഴാണ് എന്താണ് വേൾഡ് ഫേമസ് ഇംഗ്ലീഷ് വില്ലോ അല്ലേ ആണെന്ന് തോന്നുന്നു. അത് മരങ്ങളുള്ള സ്ഥലം കൂടാണ് ഈ പെഹൽഗാം. അപ്പോൾ ഇവിടുന്ന് ബാറ്റിന് കുറേ ഫാക്ടറി ഉണ്ട്, ക്രിക്കറ്റ് ബാറ്റില്ലേ, അതിൻ്റെ കുറച്ച് ഫാക്ടറീസ് ഇവിടെ ഉണ്ട്. പിന്നെ സാഫ്രോൺ ഫീഡും ഡ്രൈ ഫ്രൂട്ട്സും ഒക്കെ ഇവിടെയാണ് കിട്ടുന്നത്. സാഫ്രോണും ആപ്പിളും ഒക്കെ നല്ല രീതിയിൽ കാണണമെങ്കിൽ നിങ്ങൾ ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബറിൽ വരിക. ഓക്കെ, അപ്പോൾ അതാണ് ഈ ആപ്പിൾ തോട്ടത്തിലെ കാഴ്ചകൾ. ഇനി നമുക്ക് കാണാനുള്ളത് ബാറ്റ് ഫാക്ടറീസ് ആണ്. എൻ്റെ ബാക്കിൽ കാണുന്ന അങ്ങനത്തെ കേട്ടോ. ഇവിടെ ഈ ഒരു റോഡ് മൊത്തം നൈസായിട്ട് അങ്ങനത്തെ കുറേ കടകളാണ്. അതായത് ശ്രീനഗറിൽ നിന്നാണ് നിങ്ങൾ പെഹൽഗാം പോകുന്നതെങ്കിൽ നാഷണൽ ഹൈവേ, അതായത് കാശ്മീർ ടു കന്യാകുമാരി ഹൈവേ ഇല്ലേ, ആ ഹൈവേയിലൂടെ വരുമ്പോൾ ലെഫ്റ്റ് എടുത്തിട്ടാണ് പെഹൽഗാം പോകുന്നത്. അപ്പോൾ ആ ഹൈവേയിൽ എനിക്ക് തോന്നുന്നത് ശ്രീനഗറിൽ നിന്ന് ഒരു 1.5 മണിക്കൂറൊക്കെ വന്നു കഴിയുമ്പോഴാണ് ഇങ്ങനത്തെ കുറേ ഷോപ്പുകളാണ് കേട്ടോ. ഇവിടെ ഫുൾ അതിൻ്റെ പരിപാടിയാണ്. പക്ഷേ ബാറ്റ് ഉണ്ടാക്കാനുള്ള തടികളൊക്കെ ഇങ്ങനെ മുറിച്ച് അടിക്കടി വെച്ചേക്കുന്നു. അതിൻ്റെ പരിപാടികളൊക്കെ ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കാം. അപ്പം അതിനകത്ത് കയറി വരുമ്പോൾ ചെറിയ ഫാക്ടറി കാണും, ചെറുതല്ല കേട്ടോ. പിന്നെ 2 ഷോറൂമുണ്ട്. ഒരു ഷോറൂമിൽ മറ്റേ ടെന്നീസ് ബോളിൻ്റെ, നമ്മളിപ്പോൾ നിൽക്കുന്ന അതാണ് ടെന്നീസ് ബോളിൻ്റെ പരിപാടികളാണ്. അതിൻ്റെ അപ്പുറത്തൊരു ഷോറൂമുണ്ട്, അതിൽ സ്റ്റിച്ച് ബോൾ. ഈ ഇരിക്കുന്നത് മൊത്തം 1300 രൂപയുടെ ബാറ്റുകളാണ്. അതായത് സോഫ്റ്റ് ടെന്നീസ് ബോളിലും ഹാർഡ് ടെന്നീസ് ബോളിലും കളിക്കാം. പിന്നെ ഇവിടെ ഇരിക്കുന്നതൊക്കെ സോഫ്റ്റ്, അതിനാണ് 700 രൂപ, ഇത് 1300 രൂപ. എല്ലാം ഉണ്ട്, കണ്ടിട്ട് കൊതിയാവും.
2 ബാറ്റ് നമ്മൾ മേടിച്ചു. ഒരെണ്ണം 600 രൂപയും ഒരെണ്ണം 300 രൂപയും. 900 രൂപയ്ക്ക് 2 ബാറ്റ്. സ്വപ്നത്തിൽ പോലും കിട്ടില്ല പൈസ. ഹോട്ടലിൽ നിന്ന് ചെക്കൗട്ട് ചെയ്തിട്ട് പെഹൽഗാമിനോട് യാത്ര പറഞ്ഞ് ശ്രീനഗറിലേക്ക് നമ്മൾ യാത്ര തിരിച്ചു. കേട്ടോ, കാശ്മീരിന്റെ പരിപാടി കഴിഞ്ഞേ. ഇവിടെ നോക്ക്, ഇവിടെ കാശ്മീരിന്റെ പരിപാടി കഴിഞ്ഞ് ഇനിയിപ്പം തണുപ്പത്ത് വരുമോ? വരൂല്ലേ? അപ്പം അങ്ങനെ നമ്മുടെ പെഹൽഗാമിലെ യാത്രയൊക്കെ ഇവിടെ കൊണ്ട് തീരുവാണ്. എല്ലാവരും ഉണ്ട്. ഓടി എയർപോർട്ടിൽ കയറാൻ വേണ്ടിയുള്ള പരിപാടിയാണ്. ഓക്കെ, കഴിഞ്ഞോട്ടോ. എന്നാൽ ശരി, ബൈ ബൈ, ടാറ്റ.